NCF 2005 ആൻഡ് NCFTE 2009 കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ട് എന്താണ് എന്താണ് NCFTE നോക്കുകയാണെങ്കിൽ, NCF എന്ന് പറയുമ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, അതായത് അത് ഡെവലപ്പ് ചെയ്യുന്നത് NCERT ആണ്. NCERT പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതിൽ ഔട്ട്ലൈൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഔട്ട്ലൈൻസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ അക്രോസ് ദ കൺട്രി. നമ്മൾ ഇന്ത്യയിലുള്ള സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പൾസും കാര്യങ്ങളൊക്കെയാണ് NCEF ഉണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത് NCTE ആണ്. NCTE പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഈ NCFTE ആണ് ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. നമ്മുടെ BEd DELED പോലുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനുള്ള ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 വരികയാണെങ്കിൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ഈ NCF 2005 മുന്നേ നിലവിലുണ്ടായിരുന്നത് NCFSE 2000 ആണ്. അതായത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ 2000 ആണ് നിലവിലുണ്ടായിരുന്നത്. ആ നിലവിലുള്ള NCFനെ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നുള്ള 1993 ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് NCERT എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ. അങ്ങനെ ആ മീറ്റിങ്ങിൽ തീരുമാനിച്ചത് പ്രകാരം അങ്ങനെ റിവൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ഒരു നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ ചെയർമാനാകുന്നത് പ്രൊഫസർ യശ്പാൽ ആണ്. അതുപോലെ തന്നെ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് 21 ഫോക്കസ് ഗ്രൂപ്പ്സും നിലവിൽ വരുന്നുണ്ട്. പിന്നെ ഈ NCF 2005 5 ഗൈഡിങ് പ്രിൻസിപ്പൾസ് ആണുള്ളത്. അത് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് സ്കൂൾ. സ്കൂളിൻ്റെ പുറത്തുള്ള ജീവിതവുമായിട്ട് നോളജിനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് ഷിഫ്റ്റിംഗ് അവേ ഫ്രം റോഡ് മെത്തേഡ്സ്. റോഡ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റേഷനിലൂടെ മെമ്മറൈസ് ചെയ്യുന്ന ആ ഒരു ലേണിംഗ് സ്റ്റൈലാണ് റോഡ് മെത്തേഡ്സിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സിൽ നിന്നൊക്കെ മാറുക എന്നുള്ള കാര്യമാണ് രണ്ടാമത്തായിട്ട് വരുന്നത്. മൂന്നാമത് പറയുകയാണെങ്കിൽ എൻറിച്ചിങ് ദ കരിക്കുലം സോ ദാറ്റ് ഇറ്റ് ഗോസ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിനെയും അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കരിക്കുലത്തെ ഒന്ന് സമ്പുഷ്ടിപ്പെടുത്തുക എന്നുള്ള രീതിയാണ് പറഞ്ഞത്. നാലാമത് പറഞ്ഞത് മേക്കിംഗ് എക്സാമിനേഷൻസ് മോർ ഫ്ലെക്സിബിൾ. എക്സാംസൊക്കെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാക്കുക. അഞ്ചാമത് നർച്ചറിങ് ആൻഡ് ഓവർറൈഡിങ് ഐഡൻറ്റിറ്റി ഇൻഫോംഡ് ബൈ കെയറിങ് കൺസേൺസ് within the democratic polity of the country. അഞ്ചാമത്തത് വരുന്നത് നർച്ചറിങ് ആൻഡ് ഓവർറൈഡിങ് ഐഡൻറ്റിറ്റി ഇൻഫോംഡ് ബൈ കെയറിങ് കൺസേൺസ് വിത്തിൻ ഡെമോക്രാറ്റിക് പൊളിറ്റി ഓഫ് ദ കൺട്രി. അതായത് രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള അതിനെക്കുറിച്ചൊക്കെ ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വളർത്തിയെടുക്കണം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 5 ഗൈഡിങ് പ്രിൻസിപ്പിൾസാണ് NCF 2005 മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ NCFലെ പ്രധാനപ്പെട്ട മേജർ റിഫോംസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യമായിട്ട് വരുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ പറഞ്ഞത് അത് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. അവിടെ ലേണർക്കാണ് പ്രാധാന്യം. അതൊരു ലേണർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് പ്രോസസ്സ് ഓഫ് ലേണിംഗ് ആണ്. ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത് എന്താ വെച്ചാൽ, സ്റ്റുഡൻറ്റ് കൺസ്ട്രക്ട് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസസ് ആൻഡ് ഇൻട്രാക്ഷൻ. സ്റ്റുഡൻസ് അവരുടെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ അവരുടെ ഇൻട്രാക്ഷൻസ് ഇടപെടലുകൾക്കൊക്കെ അടിസ്ഥാനമായിട്ട് അവരുടേതായിട്ടുള്ള നോളജ് സ്റ്റുഡൻസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഈ ഒരു അപ്രോച്ചിൽ പറഞ്ഞത്. ഇതാണ് ഇങ്ങനെ ആകണം ലേണിംഗ് പ്രോസസ്സ് എന്നാണ് NCF 2005 മുന്നോട്ട് വെക്കുന്നത്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ കണക്ട് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് സ്കൂൾ. സ്കൂളിൻ്റെ പുറത്തേക്കുള്ള ലൈഫുമായിട്ട് നോളജിനെ കണക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്ത് പറഞ്ഞത് എൻറിച്ച് കരിക്കുലം ത്രൂ ഇൻകോപ്പറേറ്റിംഗ് ഡൈവേഴ്സ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ലോക്കൽ നോളജും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള കുറേ അറിവുകളുണ്ടാകുമല്ലോ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസൊക്കെ കൂട്ടിച്ചേർത്തിട്ട് കരിക്കുലം ഒന്നും കൂടി സമ്പുഷ്ടപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രൊമോട്ട് മൾട്ടിലിംഗ്വലിസത്തെ
പ്രൊമോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയിൽ ഒരു ഭാഷ ഒന്നല്ല, ഇഷ്ടംപോലെ ഭാഷകളുണ്ട്. അപ്പോൾ ഒരു മൾട്ടിലിംഗ്വലിസ്റ്റ് കൺട്രിയാണ് നമ്മൾ ഇന്ത്യ. അപ്പോൾ അതിനൊരു പ്രോബ്ലമായി കാണാതെ അതിനെ മൾട്ടിലിംഗ്വലിസം ആസ് എ റിസോഴ്സ്, ഒരു വിഭവമായിട്ട് റിസോഴ്സായിട്ട് ലിംഗ്വലിസത്തെ അപ്രോച്ച് ചെയ്യണമെന്നാണ് NCF 2005 പറയുന്നത്. അതുപോലെ തന്നെ എംഫസൈസിങ് റെക്കഗ്നിഷൻ ഫോർ ചൈൽഡ്സ് മദർ ടങ് ആൻഡ് ട്രൈബൽ ലാംഗ്വേജ്. അപ്പോൾ എലിമെൻ്ററി എഡ്യൂക്കേഷനൊക്കെ മദർ ടങ്ങിലും അതുപോലെ തന്നെ ഇപ്പോൾ ട്രൈബൽ കുട്ടികളാണെങ്കിൽ ട്രൈബൽ ലാംഗ്വേജിലും കൊടുക്കണം. അങ്ങനെ അതിനൊക്കെ മദർ ടങ്ങിനും ട്രൈബൽ ലാംഗ്വേജിനൊക്കെ എംഫസൈസ് കൊടുക്കണം, റെക്കഗ്നിഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പറഞ്ഞത് ഡിസ്കറേജസ് റോഡ് മെമ്മറൈസേഷൻ, അതായത് റിപ്പീറ്റേഷനിലൂടെ മെമ്മറൈസ് ചെയ്യുന്ന ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. ടീച്ചിങ് ഈസ് നോട്ട് എ കോച്ചിങ് ഫോർ മെമ്മറൈസേഷൻ ഓർ ട്രാൻസ്മിഷൻ ഓഫ് ഫാക്ട്സ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നതിനുള്ള ഒരു കോച്ചിങ് അല്ല ടീച്ചിങ്, പകരം അതൊരു പ്രൊഫഷണൽ ആക്ടിവിറ്റി ആണെന്നാണ് NCF പറഞ്ഞു വെക്കുന്നത്. പിന്നെ പറഞ്ഞത് പഠനം എന്ത് ചെയ്യണം, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആകണം. ആക്ടിവിറ്റിനെ കാണുന്നത് ആക്ടിവിറ്റി ഈസ് ദ ഹാർട്ട് ഓഫ് ദ ചൈൽഡ്സ് അറ്റംപ്റ്റ് ടു മേക്ക് സെൻസ് ഓഫ് ദ വേൾഡ് അറൗണ്ട് ഹിം ഓർ ഹെർ. അവളുടെയോ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടി നടത്തുന്ന ഒരു അറ്റംപ്റ്റാണ് ആക്ടിവിറ്റി. അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലേണിംഗ് കൂടുതലും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആകണം എന്നാണ് പറഞ്ഞത്. പിന്നെ ക്ലാസ് റൂം ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ ഇൻ എ മാനർ ദാറ്റ് പെർമിറ്റ്സ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. നമ്മൾ പറഞ്ഞു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒതുങ്ങുന്ന രീതിയിലാകണം ക്ലാസ് റൂം ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ സോഫ്റ്റനിങ് ഓഫ് സബ്ജക്റ്റ് ബൗണ്ടറീസ്, അലിവിയേറ്റ് സ്ട്രെസ് ത്രൂ സോഫ്റ്റനിങ് ഓഫ് സബ്ജക്റ്റ് ബൗണ്ടറീസ് ആൻഡ് ഇൻറ്റിഗ്രേഷൻ ഓഫ് നോളജ്. അപ്പോൾ സബ്ജക്റ്റ് ബൗണ്ടറീസൊക്കെ സോഫ്റ്റൻ ചെയ്തിട്ട് ഈ ഒരു മൊത്തം നോളജിനെ ഒരു ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതിലൂടെയൊക്കെ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ പറ്റും എന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സബ്ജക്റ്റും വേറെ വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെൻറ്റ്സ് അല്ലാതെ എല്ലാം കൂടി ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് മൊത്തം നോളജിനെ അങ്ങനെ നോക്കി കാണുന്ന ഒരു സമീപനം വരികയാണെങ്കിൽ അതിലൂടെയൊക്കെ നമുക്ക് സ്ട്രെസ് അലവേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അസസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഗൈഡിങ് പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻസൊക്കെ മോർ ഫ്ലെക്സിബിൾ ആക്കണമെന്ന്. അപ്പോൾ ഒരു ഇയർ എൻഡിൽ ആ കുട്ടിയുടെ മൊത്തം പ്രോഗ്രസ് നിശ്ചയിക്കുന്ന അത്തരം അസസ്മെൻറ്റ്സിന് ഇവാലുവേഷൻസിന് പുറമെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇവാലുവേഷൻസ് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ കരിക്കുലർ ഏരിയാസിലുള്ള മേജർ റിഫോംസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാ ഫോർ ഫെമിലിയർ ഏരിയാസ് ആയിട്ടുള്ള ലാംഗ്വേജ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ ഇതിന് പുറമെ ഈ കരിക്കുലർ ഏരിയാസിന് പുറമെ പ്രധാനപ്പെട്ട 4 കരിക്കുലർ ഏരിയാസിന് കൂടിയും പരിഗണിക്കുന്നുണ്ട് ഈ NCF. അവയാണ് വർക്ക്, ആർട്സ് ആൻഡ് ഹെറിറ്റേജ്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, പീസ്. അടുത്തതായിട്ട് വരുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 2009 ആണ്. അപ്പോൾ NCF 2005 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പറഞ്ഞു. ഇനി NCF TE 2009 വരികയാണ്. അപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തീം തന്നെ, അല്ലെങ്കിൽ ഈ NCF TEൻ്റെ ടൈറ്റിൽ തീമായിട്ട് കൊടുക്കുന്നത് തന്നെ ടുവാർഡ്സ് പ്രിപ്പയറിങ് പ്രൊഫഷണൽ ആൻഡ് ഹ്യൂമെയിൻ ടീച്ചേഴ്സ് എന്നാണ്. അപ്പോൾ പ്രൊഫഷണൽ ഹ്യൂമെയിൻ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു NCF TE 2009 ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു NCF 2005 കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് ചൈൽഡ് സെൻട്രിക് തുടങ്ങിയിട്ടുള്ള കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്, റോഡ് മെമ്മറൈസേഷൻ അല്ല, ആക്റ്റീവ് പ്രോസസ്സാണ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ റിഫോംസ്, സിസ്റ്റമിക് റിഫോംസൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ആ റെക്കമെൻഡേഷനുമായിട്ട് ടീച്ചർ ട്രെയിനിങ് കോഴ്സസിനെ റീഓറിയൻറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് NCF TE 2009 അതാണ് എൻഷുറിംഗ് ടീച്ചർ ട്രെയിനിങ് കോഴ്സസ് ആർ റീഓറിയൻറ്റഡ് ടു അലൈൻ വിത്ത് NCF 2005. പിന്നെ ഡെവലപ്പ് ടീച്ചേഴ്സ് ആസ് ഫെസിലിറ്റേറ്റേഴ്സ് ഓഫ് ലേണിങ്ങിലുള്ള
ഒരു ഫെസിലിറ്റേറ്റേഴ്സായിട്ട് ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ. അതായത് നമ്മൾ പറഞ്ഞു NCF 2005 പറഞ്ഞിട്ടുണ്ട് റോഡ് മെമ്മറൈസേഷനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ലേണിങ്ങിന് ഉള്ളൊരു ഫെസിലിറ്റേറ്റേഴ്സായിട്ട് ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് മുൻഗണന നൽകുന്നത്. ഇതിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസേൺസ് ആൻഡ് വിഷൻസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസും വിഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എംപവറിങ് ടീച്ചർ ഇൻ ലേൺ ടു ലേൺ എന്നുള്ള കൺസെപ്റ്റ്സിലൊക്കെ ടീച്ചേഴ്സിനെ എംപവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യമുണ്ട്. മേക്കിംഗ് ടീച്ചേഴ്സ് ലിബറൽ, ഹ്യൂമനിസ്റ്റിക് ആൻഡ് റെസ്പോൺസീവ് ടു ദ ഡിമാൻഡ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള അത്തരം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഡിമാൻഡ്സൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാ ടീച്ചേഴ്സിനെയും കൂടുതൽ ലിബറലാക്കുക, ഹ്യൂമനിസ്റ്റ് ആക്കുക, അതുപോലെ തന്നെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഇതിന് മേജർ കൺസേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും വരുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത് എൻഷുറിങ് ഇക്വിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിളും ഇക്വിറ്റബിളുമായിട്ടുള്ള തുല്യമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള വികസനം ഉറപ്പുവരുത്തുക എല്ലാവരുടെയും എന്നുള്ള ഒരു ലക്ഷ്യമാണ് വരുന്നത്. പിന്നെ യൂട്ടിലൈസിങ് കമ്മ്യൂണിറ്റി നോളജ് ഇൻ എഡ്യൂക്കേഷനിൽ കമ്മ്യൂണിറ്റി നോളജിനെയും കൂടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു കൺസേൺ വരുന്നുണ്ട്. പിന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് ICT ആൻഡ് ലേണിംഗ് ഇൻ ദ കരിക്കുലം ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ ICT അതുപോലെ തന്നെ ലേണിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കണം എന്നുള്ളൊരു കൂടി വരുന്നുണ്ട്. പിന്നെ NCFTE 2009 പറയുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലുള്ള കരിക്കുലർ ഏരിയാസിൽ എന്തൊക്കെ വേണമെന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും 3 ഏരിയാസാണ് ഉൾപ്പെടുത്താൻ പറഞ്ഞത്. ഒന്നാമത് ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അതിൽ ലേണർ സ്റ്റഡീസ്, കണ്ടംപററി സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ സ്റ്റഡീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് വേണം. അതുപോലെ തന്നെ കരിക്കുലം ആൻഡ് പെഡഗോജി, അതുമായി ബന്ധപ്പെട്ട പാർട്ട് വേണം. അതായത് കരിക്കുലർ സ്റ്റഡീസ്, പെഡഗോജി സ്റ്റഡീസൊക്കെ അതിലാണ് വരിക. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ഇൻറ്റേൺഷിപ്പ് അതും കൂടി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു സെഷനിൽ MCQയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF 2005 വാസ് ഡെവലപ്ഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ്. ആരുടെ ചെയർമാൻഷിപ്പിലാണ് NCF ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് പ്രൊഫസർ യശ്പാൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഓഫ് NCF 2005 ഈസ്. ഇതിൽ പ്രധാനപ്പെട്ടൊരു ഗൈഡിംഗ് റിപ്പോർട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നുള്ളതാണ്. അടുത്തത്, അക്കോർഡിംഗ് ടു NCF 2005 ഇവാലുവേഷൻ ഷുഡ് ബി. എങ്ങനെ ആയിരിക്കണം ഇവാലുവേഷൻ? NCF 2005 അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെ ആയിരിക്കണം ഇവാലുവേഷൻ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ കണ്ടിന്യൂസും കോംപ്രഹെൻസീവും ആയിരിക്കണം. ആൻസർ C. അടുത്തതായിട്ട് വരുന്നത് NCF 2005 എംഫസൈസസ് വിച്ച് കൈൻഡ് ഓഫ് ലേണിംഗ് അപ്രോച്ച്. ഏത് തരത്തിലുള്ള ലേണിംഗ് അപ്രോച്ചാണ് പറയുന്നത്? അത് ആൻസർ ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് അപ്രോച്ചാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു NCF 2005 കരിക്കുലം ഷുഡ് ഹെൽപ്പ് ഇൻ റോഡ് മെമ്മറൈസേഷൻ ആണോ, ക്രിട്ടിക്കൽ തിങ്കിങ്, വാല്യൂസ്, അല്ലെങ്കിൽ ഓപ്ഷൻ C എൻഹാൻസിങ് കോമ്പറ്റീഷൻ എമംഗ് സ്റ്റുഡൻസ്, ഡീ പ്രൊഡക്റ്റിംഗ് ഐഡൻറ്റിക്കൽ ലേണേഴ്സ്. എങ്ങനത്തിലുള്ള കരിക്കുലം എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് വാല്യൂസ് എന്നുള്ളതാണ് ആൻസറായി വരുന്നത്. അടുത്തതായിട്ട് ദ NCF 2005 വ്യൂസ് നോളജ് ആസ്. ആൻസർ കൺസ്ട്രക്റ്റഡ് ത്രൂ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ്. ആക്റ്റീവ് എൻഗേജ്മെൻറ്റിലൂടെ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് നോളജ് എന്നാണ് NCF 2005 പറയുന്നത്. NCFTE 2009 ഡെവലപ്പ് ചെയ്തത് ആരാണെന്നാണ്. അത് ആൻസർ B NCTE, അതായത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈറ്റിൽ തീം ഓഫ് NCTE 2009. എന്താണ് അതിൻ്റെ ടൈറ്റിൽ തീം എന്നാണ്. ആൻസർ B പ്രിപ്പയറിംഗ് പ്രൊഫഷണൽ ആൻഡ് ഹ്യൂമെൻ ടീച്ചേഴ്സ്. അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യന്, NCF 2005 emphasized child-centered assertion. NCF 2005 emphasizes child-centered and activity-based approach to learning. And the reason I പറഞ്ഞത് because learning happens best when child actively construct knowledge through experience and interactions. ഇതിൽ ആൻസർ
എ ആണ് വരുന്നത്. അതായത് എയും ആറും, അതായത് അസർട്ടേഷൻ റീസൺ ട്രൂ ആണ്, 6 എക്കുള്ള കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, അസർട്ടേഷൻ NCF 2005 റെക്കമെൻഡ്സ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. അതിൻ്റെ റീസണായിട്ട് കൊടുക്കുന്നത് ബിക്കോസ് ഇറ്റ് ബിലീവ്സ് ഇവാലുവേഷൻ ഷുഡ് ബി ഓൺലി ഫോർ റാങ്കിങ് സ്റ്റുഡൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. അതിലെ ആൻസർ വരുന്നത് സി ആണ്. അതായത് എ ട്രൂ ആണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ 6 ഫോൾസ് ആണ്. റീസൺ ഫോൾസ് ആണ്. കാരണം ഒരു ഇയർ എൻഡിൽ മാത്രമുള്ള ഇവാലുവേഷനിലൂടെ കുട്ടികളെ റാങ്ക് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല അത് പറയുന്നത്. കണ്ടിന്യൂസും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇവാലുവേഷനാണ് പറയുന്നത്. അപ്പോൾ ആൻസർ സി. അപ്പോൾ ഇത്രയൊക്കെയാണ് NCF 2005 അതുപോലെ തന്നെ NCFTE 2009 പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു.